നമുക്ക് ദാഹിക്കുമ്പോൾ ജലം കുടിക്കുവാനായി ഉള്ള വെള്ളം കിട്ടുന്ന സ്ഥലത്ത് പോയി കുടിവെള്ളം എടുത്ത് കുടിക്കും. അതുപോലെ വിശക്കുമ്പോഴും ഭക്ഷണം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഭക്ഷണം എടുത്ത് കഴിക്കും. അതുപോലെ ദൈവിക രഹസ്യങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും അറിയണമെങ്കിൽ ദൈവം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കണം. അതായത് ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നാം ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ അതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗം നിക്കോദോമിസിനെ കാണുന്ന ഭാഗം തന്നെ നാം കാണുകയാണ്. ഉയരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴേ ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെന്ന് നാം മനസ്സിലാകും. ധൂർത്തപുത്രൻ ആ പന്നിക്കൂട്ടിലായിരുന്ന സമയത്ത് അവൻ കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവന്റെ ജീവിതത്തിലെ രക്ഷ വന്നത്. ഇനി പഴയ നിയമത്തിൽ മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനത ദൈവത്തിനെതിരെ പിറുപിറുത്തപ്പോൾ സർപ്പത്തെ അയച്ച് അവരെ വധിക്കുന്ന ആ ഒരു സന്ദർഭം നാം കാണുന്നു. പക്ഷേ ഈ ദൈവത്തിന്റെ വാക്കു കേട്ട് മോശ പിത്തള സർപ്പത്തെ ഉയർത്തി വെച്ചപ്പോൾ സർപ്പദംശനമേറ്റവരെല്ലാവരും ആ സർപ്പത്തെ നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചു. ആത്മീയ ജീവനെ കുറിച്ചും ആത്മീയ കാര്യങ്ങളെ കുറിച്ചും ഉയർപ്പിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ കണ്ണുകൾ ഉയർത്തി ദൈവത്തിലേക്ക് നോക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായി.